വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അവോധ നൗഫൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ നൗഫൽ, സുഖമായിട്ടിരിക്കുന്നോ? അതെ, എന്താണ് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. അവോധയിൽ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്? ഞാൻ എക്സൽ ടാലി GST ചെയ്തിരുന്നത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സ് ഒക്കെ? കോഴ്സ് കുഴപ്പമില്ല. ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നോ? ഇന്റർവ്യൂ ഒക്കെ ഞാൻ ജാപ്പ് കുറെ തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മാം. എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലൊരു ഫെമിലിയർ ആണ്. ഓക്കെ നൗഫൽ, മോക്ക് ഇന്റർവ്യൂ സെക്ഷനിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നോ? കയറിയിട്ടുണ്ട് മാം. കേറിയിട്ടുണ്ട്. എല്ലാ സാറ്റർഡേസ് ഉള്ള മോക്ക് ഇന്റർവ്യൂ സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നോ? ഡൗട്ട് ക്ലിയറൻസ് കയറാറുണ്ട്. കയറിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ നൗഫൽ, അതുപോലെ തന്നെ എങ്ങനെയാണ് അവധയെ കുറിച്ച് അറിഞ്ഞേ? അപ്പോൾ അതേക്കുറിച്ച് അറിഞ്ഞത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. അവൻ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ PGക്ക് നോക്കുന്നതിന് മുമ്പ് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അബോധം എന്ന് പറഞ്ഞ ഇതുണ്ട്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് ഇങ്ങനെ നമുക്ക് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ അവൻ എനിക്ക് നമ്പർ തന്നു. അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്ത് നോക്കിയതാണ്. ഡിഗ്രി എന്തായിരുന്നു ചെയ്തിരുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സാ പഠിച്ചിരുന്നത്. സ്റ്റാറ്റി ആയിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇത് എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഡിഗ്രി കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഒരു ജോബിൽ കയറണം എന്നാണല്ലോ എല്ലാവരും ആലോചിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് നോക്കിയത്. ഓക്കെ. അപ്പോ നൗഫൽ, ഏത് കമ്പനിയിലായിരുന്നു കിട്ടിയെന്ന് പറഞ്ഞത്? ഓക്സ്ഫോർഡ് കോഴിക്കോട്. ഓക്കെ. നൗഫലിന് അറിയാമല്ലോ, നമ്മൾ അവോധ എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇത് കേട്ടപ്പോ ഫേക്ക് ആണെന്നോ വല്ലതും തോന്നിയായിരുന്നോ? ഇല്ല, ഞാൻ അന്വേഷിച്ചിരുന്നു. അങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പിന്നെ ഞാന് എന്താണ് യൂട്യൂബിൽ തപ്പി അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ നോക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് എനിക്കിത് അറിഞ്ഞത്. അപ്പൊ അവനും ഒരു കോഴ്സ് അതിൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നി ഫേക്ക് ഒന്നും അല്ല. പിന്നെ എന്തായാലും നമ്മൾ ഈ കോഴ്സ് പഠിച്ചു. പിന്നെ നമുക്ക് ഇത്ര ഒരു മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ടൈമിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്തായാലും ബെറ്റർ ആണല്ലോ. അപ്പൊ അതെ. ഫേക്ക് ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നന്നായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവോധയെ കുറിച്ച്. ഓ. പിന്നെ ഫേക്ക് ഒന്നും അല്ല, മീൻസ് ക്ലാസ് ഒക്കെ നല്ല പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പ്രോപ്പർ ആയിട്ടുള്ള ലൈവ് സെക്ഷൻ എല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ ഫേക്ക് ആണെന്നൊന്നും വിചാരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഓക്കെ നൗഫൽ, എന്തായാലും അവോധ ഒരു 40ൽ പരം കോഴ്സുകൾ ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ട് റിവ്യൂസ് ഒക്കെ കണ്ട് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോടാണെങ്കിലും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും നൗഫലിന് എന്താണ് അവോധയെ കുറിച്ച് പറയാനുള്ളത്? അപ്പൊ അതേക്കുറിച്ച് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു ഡിഗ്രി അല്ലെങ്കിൽ മറ്റേത് കോഴ്സ് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ജോബിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ അവന് പഠിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഇന്റേൺഷിപ്പ് ഒക്കെ നേടി അവന് പെട്ടെന്ന് തന്നെ ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ എന്റെ അനിയനാണെങ്കിലും കൂടി അവൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അവൻ ഒരു സെക്കൻഡ് ഇയർ മുതൽ തന്നെ അവോധയിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നോക്കണം എന്നൊക്കെ എന്നോട് പറയുന്നൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു നോക്കിക്കൊള്ളാനൊക്കെ പറഞ്ഞു, കോഴ്സാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ തന്നെ വേറൊരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അവൻ ഇതുപോലെ തന്നെ ഞാൻ ജോയിൻ ചെയ്തുകൊണ്ട് അവോധയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ബെറ്റർ ആണ് ബോധം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ച് പഠിക്കാം. മാത്രമല്ല വീട്ടിൽ ഇരുന്ന് പഠിക്കാം. അതൊക്കെ ഒരു ഉപകാരമാണ്. പിന്നെ നമുക്ക് എന്താ പ്രോപ്പർ ലൈവ് ക്ലിയറൻസ് സെക്ഷൻ അതുപോലെ തന്നെ എല്ലാം നമുക്ക് കിട്ടുന്നൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും ബെറ്റർ ആണ് ബോധം. മാത്രമല്ല ഫീസാണ്. കാരണം കുറഞ്ഞ ഫീസല്ലേ നമുക്ക് വരുന്നുള്ളൂ. മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വലിയ വലിയ ഫീസൊക്കെ വാങ്ങിക്കുമ്പോൾ ഇവര് മറ്റേ ചെറിയ ഒരു ഷോർട്ട് എമൗണ്ട് മാത്രം വാങ്ങി. മാത്രമല്ല ഈ ജോലിയിലേക്ക് നമ്മൾ കയറിയതിനു ശേഷം മാത്രം 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് പഠിക്കാൻ വേണ്ട, അവന് വേണ്ട മീൻസ് അല്ലെങ്കിൽ ഡെവലപ്പ് ആവാൻ വേണ്ട എല്ലാം തന്നെ അവോധയുടെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ബെറ്റർ ആണ്. എനിക്ക് വേറെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒന്നും അവോധയെ കുറിച്ച് പറയാനില്ല കേട്ടോ. ഓക്കെ. എന്തായാലും നൗഫലിന്റെ ഒരു വിലപ്പെട്ട സമയം അവോധയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ. ഓക്കെ നൗഫൽ.